ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് റീയൂസ്ഡ് കണ്ടന്റ് പോളിസി എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ഒരാളാണെങ്കിൽ എന്തായാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് ഈ റീയൂസ്ഡ് കണ്ടന്റ് വീഡിയോസ് എന്നത്. ഈ റീയൂസ്ഡ് കണ്ടന്റ് പോളിസി എന്താണെന്നറിയാതെ വീഡിയോ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ മോണിറ്റൈസ് ആയ ചാനൽ ആണെങ്കിൽ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആവാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പം മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന ഒരു പുതിയ ചാനലാണെങ്കിൽ മോണിറ്റൈസേഷൻ റിജക്ഷൻ വരാനും ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഒരു വീഡിയോ ആദ്യം ആരാണ് അപ്ലോഡ് ചെയ്യുന്നത് അവരെയാണ് യൂട്യൂബ് ഓണേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പം അവരല്ലാണ്ട് ആ വീഡിയോ വേറെ ആരെങ്കിലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കാണ് ഈ റിജക്ഷൻ വരാൻ ചാൻസ് ഉള്ളത്. നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ എനിക്കുണ്ടായ ഒരു ബിഗ് മിസ്റ്റേക്കിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഞാൻ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തിരുന്നു. ഒരു 2 ഡേയ്സിനുള്ളിൽ തന്നെ എനിക്ക് അതിന്റെ ഫീഡ്ബാക്ക് കിട്ടി. എൻ്റെ ഫീഡ്ബാക്കിൽ വന്നിട്ട് റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടാണ് ഫീഡ്ബാക്ക് ചെയ്തിരുന്നത്. എൻ്റെ മോണിറ്റൈസേഷൻ അവർ റിജക്റ്റ് ചെയ്തിരുന്നു. അതിന്റെ റീസൺ എന്താണെന്നാണ് ഞങ്ങളുമായി ഇപ്പം ഷെയർ ചെയ്യാൻ പോകുന്നത്. ബിഗിനേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ചെയ്യുന്ന ഒരു വലിയൊരു മിസ്റ്റേക്കാണ് ഈ റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് റീയൂസ്ഡ് വീഡിയോ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടേതല്ലാത്ത വീഡിയോസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിട്ടുള്ള ഒരു വീഡിയോ എടുത്ത് അത് നന്നായിട്ട് എഡിറ്റ് ചെയ്ത് അതിൻ്റെ മ്യൂസിക് എല്ലാം ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അതിനെയാണ് റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്ത നിറയെ ക്രിയേറ്റേഴ്സ് നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ റീയൂസ്ഡ് കണ്ടന്റ്സ് ഒഴിവാക്കി നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്തെടുക്കാം എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. നമ്മൾ ആദ്യം തന്നെ എന്താണ് റീയൂസ്ഡ് കണ്ടന്റ് പോളിസി എന്നതാണ് നോക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ തരത്തിലുള്ള വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താലാണ് നമുക്ക് മോണിറ്റൈസേഷൻ റിജക്റ്റ് ആവുന്നത് എന്നതിനെ പറ്റിയാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നിങ്ങളൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സിനിമ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അതേപോലെ തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മോണിറ്റൈസേഷൻ റിജക്റ്റ് ആവും. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ഒരു ഫോൺ വെച്ചിട്ട് റെക്കോർഡ് ചെയ്ത വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ അതും റിജക്ഷന് കാരണമാകും. ഇതുപോലെ തന്നെയാണ് മറ്റ് ഏത് വീഡിയോസ് ആണെങ്കിലും. ഇപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാം നിറയെ വൈറൽസ് ആയിട്ടുള്ള കുറേ വീഡിയോസ് നമ്മൾ എപ്പോഴും കാണുന്നത്. നമ്മൾ അതിലേതെങ്കിലും ഒരു വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുവാണെങ്കിലും നമുക്ക് ഈ സെയിം റിജക്ഷൻ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. ചിലവരുടെ ഡൗട്ടുണ്ട്, മറ്റ് ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസ് അവർ സ്ട്രൈക്ക് ഒന്നും തരത്തില്ല എന്നോർത്ത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ അതിനെന്തെങ്കിലും റിജക്ഷൻ വരാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതും റിജക്ഷൻ വരും, യൂട്യൂബ് മോണിറ്റൈസ് ആവത്തില്ല. ആ കണ്ടന്റും റീയൂസ്ഡ് കണ്ടന്റിന്റെ കൂട്ടത്തിൽ തന്നെ ഉൾപ്പെടുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൽ ഇത് മാത്രമല്ല, ഏതൊരു പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, അതായത് ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം, അങ്ങനെ ഏതൊരു പ്ലാറ്റ്ഫോമിൽ നിന്നും നമ്മളൊരു വീഡിയോ എടുത്ത് നല്ല രീതിക്ക് എഡിറ്റ് ചെയ്ത് എല്ലാം ചേഞ്ച് ആക്കിയാൽ പോലും നമുക്കത് റിജക്ഷൻ വരും, മോണിറ്റൈസ് ആവത്തില്ല. ഇനിയിപ്പം നിങ്ങളുടെ ചാനൽ യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയാസ് എല്ലാം കംപ്ലീറ്റ് ആയി ഏണിങ്സ് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ഒരിക്കലും അപ്ലോഡ് ചെയ്യാൻ പാടില്ല. ഇപ്പം നിങ്ങൾ ഏണിങ്സ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന ടൈമിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ തന്നെ നിങ്ങളുടെ മോണിറ്റൈസേഷൻ ഡിമോണിറ്റൈസേഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അപ്പം ഏതൊക്കെ തരത്തിലുള്ള വീഡിയോസ് ആണ് നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. ചിലവർക്കുള്ളൊരു ഡൗട്ടാണ്, കുറേ ക്രിയേറ്റേഴ്സ് ഒക്കെ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്ക് മോണിറ്റൈസേഷൻ റിജക്ഷൻ വരത്തില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. നിങ്ങളുടെ ഫേസും ആ മൂവി ക്ലിപ്പിനനുസരിച്ച് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റിജക്ഷൻ വരത്തില്ല, നിങ്ങളുടെ ആ വീഡിയോ മോണിറ്റൈസ് ആവുകയും ചെയ്യും. ഈ ഒരു തരത്തിൽ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ റീയൂസ്ഡ് കണ്ടന്റ്സ് ഒന്നും വരാതെ നിങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇപ്പം റീയൂസ്ഡ് കണ്ടന്റ്സ് കിട്ടിയവരാണെങ്കിൽ മാക്സിമം നിങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ അൺലിസ്റ്റിലോ പ്രൈവറ്റ് ആയിട്ടോ ഇടാൻ നോക്കുക. പിന്നെ ഞാൻ രണ്ടാമത് ചെയ്ത ഒരു വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ സ്വന്തം വീഡിയോ തന്നെ ഒരു 2-3 ടൈംസ് തംബ്നെയിൽ മാത്രം മാറ്റി അപ്ലോഡ് ചെയ്തിരുന്നു. അതും വലിയൊരു മിസ്റ്റേക്കാണ്. യൂട്യൂബ് നോക്കുമ്പം അതൊരു റീയൂസ്ഡ് കണ്ടന്റ് ആയിട്ടാണ് യൂട്യൂബ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഓൺ കണ്ടന്റ് ആണെങ്കിൽ പോലും ആ സെയിം കണ്ടന്റ് എഡിറ്റിംഗ് ഒന്നും വരുത്താതെ നമ്മൾ അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ അത് റീയൂസ്ഡ് കണ്ടന്റ് ആയിട്ടാണ് യൂട്യൂബ് കരുതുന്നത്. അതുകൊണ്ട് അങ്ങനെയും ആരും തന്നെ അപ്ലോഡ് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. മാക്സിമം നല്ല അപ്ലോഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക.
ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള എഡിറ്റിങ്ങോ വോയിസ് ഓവറിൽ എന്തെങ്കിലുമൊക്കെ മാറ്റമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അല്ലാതെ സെയിം കണ്ടന്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ റിജക്ഷൻ വരുന്നതാണ്. അത് ഈ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നവർ ഒരിക്കലും നമ്മുടെ ആ വീഡിയോ ക്ലിപ്പ് ഫുള്ളായിട്ട് കാണിക്കാൻ പാടില്ല. നമ്മളുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഏതെങ്കിലും ചെറുതായിട്ടൊരു ലെയർ ആയിട്ടാണ് കാണിക്കേണ്ടത്. അപ്പം ആ വീഡിയോ ഒരിക്കലും റിജക്റ്റ് ആയി പോകത്തില്ല. ഇപ്പോൾ റീയൂസ്ഡ് കണ്ടന്റ് വീഡിയോസ് കിട്ടിയവരാണെങ്കിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്കിൽ നോക്കിയാൽ കാണാം റീഅപ്ലൈ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ റീഅപ്ലൈ നമുക്കൊരു 30 days കഴിഞ്ഞിട്ട് മാത്രമാണ് റീഅപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. റീഅപ്ലൈ ചെയ്യുമ്പോഴും നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത എല്ലാ വീഡിയോസും റിമൂവ് ചെയ്തിട്ട് മാത്രം വേണം റീഅപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.